ഇപ്പോൾ ഹൈഡ്രോഗ്രാഫർ ശ്രീ സതീഷ് ഗോപി ഒപ്പം ചേരുന്നുണ്ട്. ശ്രീ സതീഷ് ഗോപി, ഈ അപകടം നടന്ന് മണിക്കൂറുകൾ ഇത്ര പിന്നിടുന്നു, ഇപ്പോഴും ഒരു കൃത്യത വരുന്നില്ല, എന്തുകൊണ്ടാവും? ഈ ഷിപ്പിന്റെ ഈ ഒരു തീപിടുത്തം ഞാനത് ഇപ്പം ന്യൂസിൽ നിന്നാണ് അറിഞ്ഞത്. അതിന്റെ ഒരു കണ്ടെയ്നറിൽ എക്സ്പ്ലോസീവ്സ് ഉണ്ടായിരുന്നു, ആ എക്സ്പ്ലോസീവ്സ് പൊട്ടിത്തെറിച്ചു എന്നുള്ള രീതിയിലൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. അത് ഇന്ത്യൻ നേവി വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് ആ സൈറ്റിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ ഇതിലൊരുപാട് ദുരൂഹതകൾ ഉണ്ടെന്ന് തോന്നുന്നു. അതായത് ഈ ഷിപ്പ് എവിടെ നിന്ന് വന്നു, ഏത് രാജ്യത്തിന്റെ ഷിപ്പാണ്, എന്താണ് കാർഗോ, ഇത് കൊളംബോയിലേക്ക് പോകുന്ന കാർഗോയാണ് എന്നുള്ളതാണ് കിട്ടിയിരിക്കുന്ന വിവരം. എന്താണ് ഈ കാർഗോ എന്നുള്ള ഇൻഫർമേഷൻസ് എല്ലാം ലഭിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ചിത്രം ലഭിക്കുകയുള്ളൂ. ഊഹാപോഹങ്ങളിൽ നിന്ന് നമ്മൾ പറയുന്നത് ഒരിക്കലും ശരിയാകില്ല എന്ന് ആണ് എന്റെ ഭാഷ്യം. അത് പക്ഷെ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. ഇത് എക്സ്പ്ലോഷൻ ഉണ്ടാകുന്ന സാഹചര്യം എന്താണ്? അപ്പൊ എക്സ്പ്ലോസീവ്സ് ഇതിനകത്ത് ഉണ്ടായിരുന്നു. ആ എക്സ്പ്ലോസീവ്സ് എന്താണ്? അത് പിന്നീട് എന്തുകൊണ്ട് പൊട്ടിത്തെറിച്ചു? ഇങ്ങനെ കുറേയധികം അല്ല സാർ, ഇതിൽ ഈ കൊളംബിയയിൽ നിന്ന് മുംബൈയിലേക്ക് വന്ന കപ്പലാണെന്ന കാര്യത്തിൽ സ്ഥിരീകരണം വന്നിട്ടുണ്ട്. ഈ ഇനിയും മനസ്സിലാകാത്തത് എന്തുകൊണ്ട് ഇപ്പോഴും ഇത് തീ നിയന്ത്രണ വിധേയമാകുന്നില്ല? അതിനകത്ത് ഹൈലി ഫ്ലെയിമബിൾ ആയിട്ടുള്ള എന്തെങ്കിലും കാർഗോ ഉണ്ടായിരുന്നോ? ആ കാർഗോ തീ പിടിച്ചു കഴിഞ്ഞാൽ അത് നിയന്ത്രണ വിധേയമാക്കാൻ ബുദ്ധിമുട്ടാണ്. ഹൈലി ഇൻഫ്ലെയിമബിൾ കാർഗോസ്. അതിന് ഉദാഹരണത്തിന് ഇപ്പൊ നമുക്ക് ഹൈലി ഇൻഫ്ലെയിമബിൾ ആയിട്ടുള്ള കാർഗോ എന്താണ്? കെമിക്കൽസ് ഉണ്ട്. ആ കെമിക്കൽസ് അല്ലെങ്കിൽ എക്സ്പ്ലോസീവ്സ് ഉണ്ട്. അത് പൊട്ടിത്തെറിച്ചു കഴിഞ്ഞാൽ അതിലെ തീ നിയന്ത്രണ വിധേയമാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ ആ കാർഗോയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എന്ത് കാർഗോയാണ്? ഹൈലി എക്സ്പ്ലോസീവ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് അത് പിന്നീട് പെട്ടെന്ന് തീ നിയന്ത്രണ വിധേയമാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇത് ഇങ്ങനെയുള്ള കാർഗോ എല്ലാം കൊണ്ടുപോകുമ്പോൾ അത് വളരെ കെയർഫുൾ ആയിട്ട് അതുപോലെ മാർക്ക് ചെയ്ത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കാർഗോ ആണെന്നുള്ള കാറ്റഗറിയിൽ പെടുത്തി വളരെ സൂക്ഷ്മമായിട്ട് വേണം കൊണ്ടുപോകാൻ. ഉദാഹരണത്തിന് ഞാൻ പറയാം, നമ്മളെ വളരെ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള കാർഗോ ഇപ്പൊ ഷിപ്പിന്റെ മേളിലത്ത് ഡക്കി വെച്ച് അതിൽ വളരെ സൂര്യപ്രകാശം ഡയറക്റ്റ് ആയിട്ട് അടിച്ച് വളരെ ചൂടുണ്ടാവുകയാണെങ്കിൽ അത് പൊട്ടിത്തെറിക്കും. അപ്പൊ അങ്ങനെയുള്ള കാർഗോകൾ സൂക്ഷിക്കാനായിട്ട് വളരെ പിന്നീട് ഇന്റർനാഷണലി ഒരുപാട് കോഡുണ്ട്, അതായത് മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ അനുസരിച്ചിട്ട് മാത്രമേ അതങ്ങനെ ചെയ്യാവൂ. അപ്പൊ ഇവിടെ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഏത് ടൈപ്പ് കാർഗോയാണ് അതിലുണ്ടായിരുന്നത്. അപ്പൊ ഒരു കാർഗോ പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ അതിനടുത്ത് ഹൈലി ഇൻഫ്ലെയിമബിൾ ആയിട്ടുള്ള സാധനങ്ങളൊന്നും വയ്ക്കാൻ പാടില്ല. ഒരു കാർഗോ ഹൈലി ഇൻഫ്ലെയിമബിൾ ആണ്, അതിന്റെ അടുത്ത് വെക്കുന്ന പിന്നീട് കണ്ടെയ്നർ എന്ന് പറയുന്നത് ഹൈലി ഒരു തരത്തിലും തീപിടിക്കാത്ത സാധനങ്ങളായിരിക്കണം. അങ്ങനെ എല്ലാം കൂടെ ഒരു സ്ഥലത്ത് അടുക്കി വെച്ചിട്ടുണ്ടോ, അതെല്ലാം കൂടെ ഒരെണ്ണം പൊട്ടിത്തെറിച്ചപ്പോ എല്ലാം കൂടെ പൊട്ടിത്തെറിച്ച് കപ്പലാകെ കത്തുന്നുണ്ടോ, ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പിന്നീട് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഇത് കംപ്ലീറ്റ് അത് പരിശോധിച്ചാൽ മാത്രമേ ഒരു എക്സ്പേർട്ടിന് പോലും ഒരു നല്ലൊരു ഒപ്പീനിയൻ, കറക്റ്റ് ആയിട്ടുള്ളൊരു ഒപ്പീനിയൻ നമുക്ക് തരാൻ പറ്റുകയുള്ളൂ. ഇതാണ് ഇന്നത്തെ സിറ്റുവേഷൻ. പിന്നെ എന്തെന്ന് വെച്ചാല്, ഇപ്പോ ഇന്ത്യൻ നേവിയൊക്കെ പോയിട്ട് ആ സ്ഥലം ഒരുപക്ഷെ പിന്നീട് എന്താ പറയുന്നത് ക്ലാസിഫൈഡ് ആക്കിയിരിക്കും. അങ്ങോട്ട് വേറെ ഒരു ഷിപ്പിനെയോ അല്ലെങ്കിൽ ബോട്ടിനെയോ അല്ലെങ്കിൽ പിന്നീട് മീൻ പിടിക്കുന്ന പിന്നീട് ബോട്ടുകളെ ഒന്നും ആ ഏരിയയിലോട്ട് അടുപ്പിക്കാത്ത രീതിയിൽ അവരൊരു സുരക്ഷാ വലയം തീർത്ത് കാണും. അപ്പൊ ഇതിലെ കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടണമെങ്കിൽ ഇനി വി ഹാവ് ടു വെയിറ്റ് ഫർദർ മോർ എന്നേ എനിക്ക് പറയാനുള്ളൂ.